നമ്മുടെ തെങ്ങുകളെ നശിപ്പിക്കുന്ന കീടങ്ങളായ കൊമ്പൻ ചെല്ലി, ചെമ്പൻ ചെല്ലി ഇവയുടെ ആക്രമണങ്ങളെ നമുക്ക് എങ്ങനെ ഫലപ്രദമായി. നമസ്കാരം, സജു സ്ക്രീൻ വേലിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, നമ്മളെ തെങ്ങിനെ ബാധിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നക്കാരായിട്ടുള്ള ഈ കൊമ്പൻ ചെല്ലി, അതുപോലെ തന്നെ ചെമ്പൻ ചെല്ലി ഇവയുടെ ആക്രമണങ്ങളെ നമുക്ക് എങ്ങനെ ഫലപ്രദമായിട്ട് നേരിടാമെന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് മണൽ, അതായത് നമ്മൾ മഴയത്തൊക്കെ ഒഴുകി വരുന്ന മണലുണ്ടല്ലോ, അത് ഞാൻ കുറച്ച് ശേഖരിച്ചിട്ടുണ്ട്. ഈ മണലിൽ ഞാൻ കുറച്ച് കാർബോസൾഫാൻ പോലുള്ള ഏതെങ്കിലും ഒരു കീടനാശിനി, അതുപോലത്തെ പൊടി രൂപത്തിലുള്ളതായിരിക്കണമെന്നേ ഉള്ളൂ, അതുപോലത്തെ ഏതെങ്കിലും ഒരു കീടനാശിനി അതിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ ഈ മടലുകളുടെ ഇടയിൽ ഒരു ഏറ്റവും മേളിൽ നിന്നൊരു 4 മടലുകൾ വരെ അതിൻ്റെ ഇടയിലോട്ട്, ആ കവിളുകളുടെ ഇടയിലോട്ട് അത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതുപോലെ കുരുത്ത് വരുന്ന ഇലകൾ, അതിൻ്റെ ഓലകൾ, അപ്പോൾ അവിടെ അതുപോലെ ഈ പൂക്കുലകൾ അതിൻ്റെയൊക്കെ ഇടയിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ കൂടെ നുഴഞ്ഞ് കയറുമ്പോഴത്തേക്ക് ഇതിൻ്റെ വണ്ടുകളുടെ കഴുത്ത് മുറിയുകയും അപ്പോൾ അതിൽ ഈ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടായിട്ട് അത് ചത്തുപോവുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ പ്രവർത്തനം. അതുപോലെ നമുക്ക് അതിനെ ചെറുക്കാവുന്നുള്ള വേറൊരു വിദ്യയാണ് ഈ പാറ്റാഗുളി ഉണ്ടല്ലോ. പാറ്റാഗുളിയിൽ നമ്മൾ ചാണകത്തിൽ മുക്കി ഉണക്കി എടുത്തിട്ട് അതിൻ്റെ ഈ മടലുകളുടെ ഇടയിൽ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് കുറേ നാൾ, അത് 10-50 ദിവസം വരെ അതിൻ്റെ സ്മെല്ലുണ്ടാവും. ഇതൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മണൽ വിദ്യ ഉപയോഗിച്ചാലേ പറ്റുള്ളൂ. അതിനുശേഷം നമുക്ക് ഈ പാറ്റാഗുളിയെ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഇത് അകറ്റി നിർത്താം, അത് വണ്ടുകൾ വരാതെ നമുക്ക് നോക്കാം. പിന്നെ ചെയ്യാവുന്നുള്ള ഒരു ടെക്നിക്കാണ് ഫിറമോൺ കെണികൾ. അത് വാങ്ങാൻ കിട്ടും മാർക്കറ്റിലൊക്കെ, ഒരു 10-300 രൂപ കൊടുക്കുമ്പോഴത്തേക്ക് കെണികൾ കിട്ടും. അതിൽ ഒരുപാട് ഇത് ആകർഷിച്ച് ഇതിനകത്ത് വീണ് ചാവും. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. നമുക്കിതുപോലെ ചെയ്തിട്ട് ഈ തെങ്ങേറ്റക്കാരെടുത്ത് കൊടുത്തു കഴിഞ്ഞാലോ, അവർ ഈ തെങ്ങെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ഈ മടലിൻ്റെ ഇടയിൽ, അതായത് ഈ കവിളുകളുടെ ഇടയിൽ നിക്ഷേപിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം ഞാനിപ്പോൾ ഈ ഒരു ടെക്നിക്ക് ഞാൻ ഉപയോഗിക്കുകയാണ്. അപ്പോൾ വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു മുളം കമ്പിൽ ഞാൻ അതിൽ അതായത് വലിയ കട്ടിയില്ലാത്ത ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് അതിൽ കുറച്ച് മണലിട്ട് നമ്മൾ അതിനെ മേലിൽ വെച്ചിട്ട് അതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ കവർ പൊട്ടുകയും ഈ മണലെല്ലാം അതിൽ വീഴുകയും ചെയ്യും. അത് ഒരു എളുപ്പവിദ്യയാണ്. പക്ഷേ അത് ചെറിയ തെങ്ങുകളിൽ മാത്രമേ അത് പ്രായോഗികമുള്ളൂ, അല്ലാതെ വലിയ തെങ്ങുകളിലാണെന്നുണ്ടെങ്കിൽ നടക്കില്ല. അത് തെങ്ങേറ്റക്കാരെ കൊണ്ടേ പറ്റുള്ളൂ. ഈ പരിസരത്തൊക്കെ ചാണകം കൂട്ടിയിട്ടിരിക്കുക, അതുപോലെ ജൈവ കമ്പോസ്റ്റുകൾ കൂട്ടിയിട്ടിരിക്കുക, അതുപോലെ ചീഞ്ഞ ഇലകൾ കിടക്കുക, അതുപോലെ ഈ പഴയ ഈ കേടായിട്ടുള്ള തെങ്ങുകൾ വീണ് കിടക്കുക. അപ്പോൾ ഇതിലൊക്കെയാണ് ഈ വണ്ടുകൾ വന്നിരുന്ന് മുട്ടയിടുന്നത്. ഈ കൊമ്പൻ ചെല്ലി വന്ന് മുട്ടയിടുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്. അപ്പോൾ ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ എക്കാലക്സ് പോലുള്ള കീടനാശിനി 2 ml 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ ഈ ചാണകക്കുഴികളുടെ മേലിലൊക്കെ ഈ പെരീലം പോലത്തെ ഇലകൾ കൊണ്ട് ഇട്ട് കൊടുക്കുക. അതൊന്ന് ഇളക്കി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കാക്കകളൊക്കെ വന്ന് ഇതിൻ്റെ പുഴുക്കളെ കൊത്തിക്കൊണ്ട് പോകും. അങ്ങനെ ഇതിനെ നശിപ്പിക്കാം. ഈ വണ്ടുകൾ ഏകദേശം ഒരു 10 കിലോമീറ്റർ ദൂരത്തോളം ഇത് സഞ്ചരിച്ച് ഈ തെങ്ങുകൾ ആക്രമിക്കാം. അപ്പോൾ അത് കൂട്ടായിട്ടുള്ള ഒരു പ്രതിരോധ പ്രവർത്തനത്തിലൂടെ മാത്രമേ ഇതിനെ പൂർണ്ണമായിട്ട് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുള്ളൂ. അല്ലാതെ 5-10 തെങ്ങുകളിൽ മാത്രം നമ്മളത് പ്രതിരോധിച്ചിട്ട് കാര്യമില്ല. അതിൻ്റെ എഫക്റ്റ് മാറുമ്പോഴത്തേക്ക് വീണ്ടും അത് ആക്രമണത്തിനായിട്ട് വരും. തെങ്ങുകൾ സാധാരണയായിട്ട് കാണപ്പെട്ടിരുന്നത് ഈ കായലോരങ്ങളിൽ, കായലിൻ്റെ വശങ്ങളിൽ, അതുപോലെ ഒഴുക്ക് വെള്ളത്തിൻ്റെ വശങ്ങളിൽ, അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലാണ് ഇത് സാധാരണയായി തെങ്ങുകൾ കാണപ്പെട്ടിരുന്നത്. പിന്നീട് മനുഷ്യർ നമ്മളെ സൗകര്യത്തിനനുസരിച്ച് കരയിലോട്ട് നമ്മൾ നട്ടുപിടിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത് നമ്മൾ ആ ഒരു രീതി നമ്മൾ തെങ്ങിന് കൊടുക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ അതിന് പണ്ട് കാലത്ത് ഈ ചാരവും ഉപ്പും ചേർത്ത് ഇട്ട് കൊടുക്കുമായിരുന്നു. കാര്യം ഉപ്പ് രസമുള്ള ഒരു മണ്ണായിരുന്നു ഈ കായൽ തീരത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പും ചാരമൊക്കെ ചേർത്ത് കൊടുക്കണം. ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കുമ്മായം, ക്ഷാരഗുണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുമ്മായം 10-12 ദിവസം മണ്ണിൽ മിക്സ് ചെയ്തിട്ടിരുന്നതാണ് ഈ കുമ്മായം മണ്ണുമായിട്ട് ചേർന്ന മിശ്രിതം. അപ്പോൾ ഇത് നമ്മൾ വെട്ടിയിട്ട് തെങ്ങിൻ്റെ മൂട്ടിലിട്ട് കൊടുക്കണം. നമ്മൾ ഡയറക്റ്റായിട്ട് കുമ്മായം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ തെങ്ങിൻ്റെ ചുവട്ടിലുള്ള സൂക്ഷ്മാണുക്കൾ, വളത്തിലുള്ള അതെല്ലാം നശിച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ഇതിന് ജൈവ മാർഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് മാറ്റിയിട്ട് മണ്ണിൽ മിക്സ് ചെയ്തിട്ടിട്ട് ആ മണ്ണ് കൊണ്ടിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഉണങ്ങിയ ഇലകൾ, അതായത് ഈ പ്ലാവിലകൾ നമ്മളതിൽ ഇട്ട് കൊടുക്കണം. അതിൻ്റെ മേളിലാണ് ഈ മണ്ണ്, ഈ
കുമ്മായ മണ്ണ് മിശ്രം ഇട്ട് കൊടുക്കേണ്ടത്. അതിന് ശേഷം നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണം. പിന്നീട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ ചാണകപ്പൊടി നന്നായിട്ട് ഇട്ട് കൊടുക്കുക. നമുക്ക് 1 മാസത്തിന് ശേഷം പൊട്ടാഷ് ചേർത്ത് കൊടുക്കണം. കുറച്ച് കായ്ഫലങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് പൊട്ടാഷ് ആവശ്യമാണ്. നമുക്ക് ചെമ്പൻ ചെല്ലിയെക്കുറിച്ച് നോക്കാം. അതായത് ഈ കൊമ്പൻ ചെല്ലി വന്ന് കഴിഞ്ഞ ഈ തെങ്ങുകളിൽ ചെമ്പൻ ചെല്ലിയുടെ ആക്രമണം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതുണ്ടാക്കുന്ന സുഷിരങ്ങളിലൂടെ ഇതിന് കയറിയിട്ട് ഈ ചെമ്പൻ ചെല്ലി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കുഞ്ഞുങ്ങളെ ഈ തെങ്ങിനകത്ത് തന്നെ ഇത് മുട്ടയിടുന്ന രീതിയാണ്. എന്നാൽ കൊമ്പൻ ചെല്ലി എന്ന് പറഞ്ഞാൽ അത് പുറത്താണ് അത് മുട്ടയിട്ട് വിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഇത് കൂട്ടമായിട്ടൊരു കുടുംബമായിട്ട് തെങ്ങിനെ മൊത്തം നശിപ്പിക്കുന്ന രീതിയാണ് ഈ ചെമ്പൻ ചെല്ലി ചെയ്യുന്നത്. അപ്പോൾ ചെമ്പൻ ചെല്ലി ഇതിൻ്റെ ഒരു ഹോള് ഉണ്ടെങ്കിൽ ഈ തെങ്ങിൽ അങ്ങനെ ഒരു സുഷിരം ഉണ്ടെങ്കിൽ അതുവഴി കയറി ആ തെങ്ങിനെ മൊത്തം തിന്ന് നശിപ്പിക്കുന്ന ഒരു രീതിയാണ് ചെമ്പൻ ചെല്ലി. ഭയങ്കര ആക്രമണകാരിയാണ്. അപ്പോൾ ഈ ചെമ്പൻ ചെല്ലിയുടെ ആക്രമണത്തിൻ്റെ ലക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഈ ഹോളുകളിൽ ഒരു ചെമ്പൻ കളറിൽ ദ്രാവകം ഇങ്ങനെ ഒലിച്ചിറങ്ങിയിരിക്കും. അതാണ് അതിൻ്റെ ലക്ഷണം. അതുമാത്രമല്ല ഇതിൻ്റെ ചുറ്റുമായിട്ട് കുറച്ച് ഈ നാരുകളൊക്കെ കാണും. അപ്പോൾ ഞാൻ പറഞ്ഞ ഈ അടയാളങ്ങളില്ലാത്ത ചെറിയ ചെറിയ പൂടുകളുണ്ടെങ്കിൽ അതിൽ സിമൻറ്റോ ടാറോ ഒക്കെ വെച്ച് അടച്ചു കൊടുക്കണമെന്നുള്ളതാണ്. അല്ലെങ്കിൽ അതുവഴി ചെമ്പൻ ചെല്ലി കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ ചെറിയൊരു ഹോള് പുറത്ത് കാണുന്നുണ്ടെങ്കിലും അകത്ത് അതിൻ്റെ ഒരു കോണിന് തന്നെ രൂപപ്പെട്ടിരിക്കും. അത് ക്രമേണ തെങ്ങ് മൊത്തമായിട്ട് നശിപ്പിക്കുന്ന ഒരു രീതിയാണത്. അപ്പോൾ നമുക്ക് അതിന് ഫലപ്രദമായിട്ടുള്ള ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ക്വിക്ക് ഫോസ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ മരുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ വളരെ സൂക്ഷിച്ചാണ് ഉപയോഗിക്കേണ്ടത്. കാര്യം എന്ന് പറഞ്ഞാൽ അത് വെള്ളമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ വളരെ ഒരു വാതകം പുറപ്പെടുവിപ്പിക്കുകയും അത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ അതിനെ നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. അത് മനുഷ്യർ ശ്വസിച്ചാൽ പോലും അത് അപകടമാണ്. അപ്പോൾ നമ്മളത് കൈകാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നല്ല കട്ടിയുള്ള ഗ്ലൗസ്, അതുപോലെ നല്ല ക്വാളിറ്റിയുള്ള മാസ്ക് ധരിച്ചിരിക്കണം. ഇത് ശ്വസിക്കുന്നത് വലിയ മനുഷ്യർക്കും അപകടമാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് നനയാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മളെ കയ്യിൽ ഒന്നും നനവ് ഉണ്ടാകാൻ പാടില്ല. കാര്യം നനഞ്ഞു കഴിഞ്ഞാൽ ഇത് ആക്റ്റീവ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ടാബ്ലറ്റ് എടുത്തിട്ട് ഈ ഹോളിനകത്തോട്ട് ഇടുക. അതിനുശേഷം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മണ്ണ് കുഴച്ച് ഇത് ഹോൾ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തുള്ള എല്ലാ ജീവികളും ചത്തൊടുങ്ങുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് ബാധിച്ചു കഴിഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ മാർഗം. കാര്യം വേറെ എന്ത് ചെയ്തിരുന്നാലും അതൊരു മരം നശിച്ചു പോകാനാണ് ചാൻസ്. അപ്പോൾ ഇത് മാത്രമേ അതിലൊരു രക്ഷയുള്ളൂ. നമ്മൾ സൂക്ഷിക്കേണ്ടത് ഇത് അത്യാവശ്യ ഘട്ടത്തിൽ മാത്രമേ ഇത് ഉപയോഗിക്കാവൂ. വളരെ അതായത് കെയർലെസ് ആയിട്ട് ഇത് ഉപയോഗിക്കാനേ പാടില്ല. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി, നമസ്കാരം.